comments afterwards, not now. അടിപൊളി പടം, ടോട്ടലി ഞെട്ടിച്ച് അടിപൊളി പടം. നല്ല പടം. അങ്ങനെ ഞെട്ടിച്ചൊന്നുമില്ല. അങ്ങനെ കുറിച്ച് പറഞ്ഞ സ്പോയിലറായി പോകും. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒരുപാട്. അങ്ങനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആസിഫ് അലി നായകനത്തെ മിറാജ് എന്ന റിലീസാണ്. അപ്പോൾ ഈ സിനിമയിൽ പ്രത്യേകത കൂടിയുണ്ട്. കൂമന് ശേഷം ഈ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മിറാജ്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല പടം. ക്യാമറയും ബീജും ഒക്കെ അടിപൊളിയാണ്. എന്താ ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ട്വിസ്റ്റുകളൊക്കെയാണ് വരുന്നത്. ഒരൊറ്റ വട്ടം പോലും കഥയെന്ന് വ്യതിരിച്ചില്ല. സൂപ്പർ പടമാണ്. ഞെട്ടിക്കാണ്ട് അടിപൊളി പടം, ടോട്ടലി ഞെട്ടിച്ച് അടിപൊളി പടം. ആസിഫ് അലി ബാലമുരളിയൊക്കെ നമുക്ക് അറിയാലോ, ജിത്തു ജോസഫിന്റെ ഒരു കഴിവ് അറിയാലോ. അതിനെക്കാട്ടിലും മുകളിൽ കൂമനെക്കാട്ടിലും ഞെട്ടിച്ചോട്ടെ. ആസിഫ് അലിയൊക്കെ വേറെ ലെവല്, ഒരു രക്ഷയില്ല. കണ്ടോണ്ടിരിക്കാം. കുറെ ക്രൈം ത്രില്ലറുകളൊക്കെ ഒരുമാതിരി അങ്ങനെ ഞെട്ടിച്ചൊന്നുമില്ല. അങ്ങനെ വേറെ മുഷിപ്പില്ലാതെ കണ്ടോണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. ഭയങ്കര എക്സ്ട്രോർഡിനറി സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാര്യം നമ്മൾ ഈ ദൃശ്യവും മെമ്മറീസും അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി പടത്തിൽ തോന്നിയില്ല. നമ്മൾ കണ്ടുമടുത്ത ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് ആണ്. കണ്ടുമടുത്ത സ്റ്റോറീസ്, പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ ജിത്തു ജോസഫ് സിനിമകൾ കാണുന്ന പോലെ തന്നെ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞെടുത്ത് വീണ്ടും അടുത്തടുത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. സ്ലോ പേസിലാണ് കഥ പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോറിയിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അത് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് സ്പീഡായി. സിനിമ ഭയങ്കര സ്പീഡായി, ത്രില്ലിംഗ് ആയിട്ട് പോയി. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ തന്നെ നമുക്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും. നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളാണ്. അതായത് ആ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ റിവെഞ്ചിനുള്ള റീസൺസ് ആണെങ്കിൽ പോലും പല കാരണങ്ങളാണെങ്കിൽ പോലും നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് ആണ്. നമുക്കൊരു പുതുമയോ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ നമ്മൾ ത്രില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കാണണമല്ലോ. ആ ഒരു ഇത് നമുക്ക് തോന്നിയില്ല. കണ്ടുമടുത്ത സംഭവം തന്നെയായിരുന്നു. ആസിഫ് അലി അപർണ ബാലമുരളി ജോഡി വീണ്ടും ഒന്നിക്കുകയാണ്. കൂമന് ശേഷം ആസിഫ് അലി ജിത്തു ജോസഫ് ഭയങ്കര പ്രതീക്ഷയായിരിക്കുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു.